ഊസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇവിടെ ഒരു പൈനാപ്പിൾ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ആദ്യം വേണ്ടത് 1 കപ്പ് വിപ്പിംഗ് ക്രീം, 1/2 കപ്പ് ഫ്രഷ് ക്രീം, 1/4 കപ്പ് മിൽക്ക് മെയ്ഡ്, പൈനാപ്പിൾ പ്യൂരി 1/4 കപ്പ്. ഇത് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് വേവിച്ച് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. പൈനാപ്പിൾ എസൻസ് 1/4 ടീസ്പൂൺ. ഇത്രയുമാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്ക് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം ഈ വിപ്പിംഗ് ക്രീം ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ക്രീമും നന്നായി ബീറ്റ് ചെയ്യാം. അതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡും നന്നായി ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് ഈ പൈനാപ്പിൾ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഇതും നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. എസൻസും ചേർത്ത് നമുക്ക് ഒന്നുകൂടി നല്ലപോലെ ബീറ്റ് ചെയ്യാം.
യെല്ലോ കളർ മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് കൂടുതൽ കളർ ആവശ്യമുണ്ടെങ്കിൽ അല്പം യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഒരു ഡ്രോപ്പ് യെല്ലോ കളർ ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, ആവശ്യമില്ലാത്തവർ ചേർക്കണ്ട. ഇപ്പോൾ ഇത് നല്ലൊരു ലൈറ്റ് യെല്ലോ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇത് നമുക്കൊരു 6 മുതൽ 8 മണിക്കൂർ വരെ തണുപ്പിച്ചെടുക്കാം ഫ്രീസറിൽ വെച്ച്. നമ്മുടെ പൈനാപ്പിൾ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ അതിൽ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.